ഈ വിരുന്നിനെത്തിയവരൊക്കെ തന്നെ കഴിച്ച് കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ വിളമ്പുകാരിരിക്കുന്നത്. അതെ, വിളമ്പുകാരും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയവരും ഇവർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇവരാണ് ഏറ്റുമുട്ടിയത്. ഈ സംഘങ്ങൾ തമ്മിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ഇവർക്ക് ഇനിയും കൊടുക്കണം. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അവിടെ നടന്നത്. അപ്പോൾ ഈ വിളമ്പുകാരിരുന്നപ്പോൾ അവർക്ക് സാലഡ് കൊടുത്തില്ല. മറ്റവർക്ക് വേണ്ടി അവരത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇരുന്ന സാലഡ് പാത്രം എടുത്തുകൊണ്ട് വന്നപ്പോൾ അതിൽ സാലഡ് ഇല്ല. ബിരിയാണി വിളമ്പുന്നുണ്ട്, പക്ഷേ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളമ്പുകയാണ്. അതായത് കാറ്ററിംഗുകാർ ഒരുമിച്ചിരുന്നു, അവർ വിളമ്പുകയാണ്. അവർ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ പാത്രം എടുത്തുകൊണ്ട് വന്നപ്പോൾ പാത്രത്തിലില്ല. അപ്പോൾ പാത്രത്തിൻ്റെ അടപ്പെടുത്ത് പാചകത്തിൻ്റെ ഏരിയയിലോട്ട് ഒരുത്തനെ എറിഞ്ഞു. അവിടെ നിന്നവൻ ബിരിയാണി ചെമ്പിൻ്റെ മുകളിലിരുന്ന അടപ്പെടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞു. ഇവരവിടെ ഇരുന്ന മറ്റേ അച്ചാറിൻ്റെ തൊട്ടിയെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. പിന്നെ അവിടെ നിന്നിട്ട് പല പല പാത്രങ്ങളായി. അങ്ങനെ ചട്ടി, ചരുവം, പാത്രം, ഗ്ലാസ്, ഇങ്ങനെ പല പല ഭാഗങ്ങൾ പറന്ന് കിടക്കുകയായിരുന്നു. കുറേ നേരം എയറിലായിരുന്നു വസ്തുക്കളൊക്കെ. അത് ആദ്യമായിട്ടായിരിക്കും ഒരു കാറ്ററിംഗുകാർ കല്യാണം അലമ്പാക്കുന്നത്.